ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടൂൾസ് ഫോർ ഷെഡ്യൂളിംഗ്. ഓക്കെ, നമ്മൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ബാക്കി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റെപ്സ് എന്താണ്, സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കി, എന്താണ് പ്രോജക്റ്റ് എന്ന് നമ്മൾ നോക്കി. അതിൽ ഷെഡ്യൂളിങ്ങിനകത്താണ് നമ്മുടെ CPM പെർട്ട് ടൂൾസ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ടൂൾസ് ഫോർ ഷെഡ്യൂളിംഗ്. ഏതൊക്കെ ടൂൾസാണ് നമുക്ക് ഷെഡ്യൂളിങ്ങിനകത്തുള്ളത്? ശരിക്കും ഈ CPM പെർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. സോ ശരിക്കുള്ള ടൂൾസ് ഫോർ ഷെഡ്യൂളിംഗ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൂൾസ് ഫോർ ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ബാർ ചാർട്ട്, അതിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗൺ ചാർട്ട്, പിന്നെ മൈൽ സ്റ്റോൺ ചാർട്ട്, നെറ്റ്വർക്ക് ഡയഗ്രാംസ്. ഈ നെറ്റ്വർക്ക് ഡയഗ്രാമത്തിനകത്താണ് നമ്മുടെ പെർട്ട് CPM ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെഡ്യൂളിംഗ് ടൂൾസ് ഫോർ ഷെഡ്യൂളിംഗ് ഏതൊക്കെയാണ്? ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗൺ ചാർട്ട് ഉണ്ട്, ദെൻ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ഉണ്ട്, പിന്നെ മൈൽ സ്റ്റോൺ ചാർട്ട്. നമ്മുടെ ബാർ ചാർട്ടിൻ്റെ കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് വെർഷനാണ് ശരിക്കും നമ്മുടെ ഈ ഒരു മൈൽ സ്റ്റോൺ ചാർട്ട് എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ബാർ ചാർട്ട്. ഓക്കെ, അപ്പോൾ ബാർ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രാഫിക്കലി നമ്മുടെ ഒരു പ്രോജക്റ്റിലെ വേരിയസ് ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എക്സ് ആക്സിസിൽ എന്താണ് ഡ്യൂറേഷൻ വരച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് എന്താ ഈ AB എന്നൊക്കെ വരച്ചേക്കുന്നത് ആ ഒരു ബാർ ഡയഗ്രാം പോലെ വരച്ചേക്കുന്നത് എന്താണ്? ഓരോരോ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആ ഒരു പ്രോജക്റ്റിലെ ആക്ടിവിറ്റീസിനെയൊക്കെ വേരിയസ് ആക്ടിവിറ്റീസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ലെങ്ത് ഓഫ് ബാർ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ദാറ്റ് ആക്ടിവിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ബാറിൻ്റെ ലെങ്ത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യും? ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ എത്ര ഡ്യൂറേഷൻ വേണം അതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, തിക്നെസ് ഓഫ് ബാർ ഹാസ് നോ സിഗ്നിഫിക്കൻസ്. ഇവിടെ ബാറിന്റെ തിക്നെസ്സിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, പക്ഷെ അതിന്റെ ലെങ്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്താണ് അവിടുത്തെ ഡ്യൂറേഷൻ കൂടുതൽ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് സ്യൂട്ടബിൾ ഫോർ ബിഗ് പ്രോജക്ട്സ് വിത്ത് മെനി നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്. ഇറ്റ് മേ ബിക്കംസ് ടു ക്ലംസി. അതായത് നമ്മളിവിടെ ഈ ഒരു ഗ്രാഫ് തന്നെ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ 2 ആക്ടിവിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അല്ലേ. ഇങ്ങനെ A B എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. മോർ ദാൻ ഒരു 50 നമ്പേഴ്സ് ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം കൂടി ഒരു ഗ്രാഫിനകത്ത് തന്നെ കാണിക്കാൻ പറ്റും. ഇറ്റ് വിൽ ബിക്കം ടു ക്ലംസി. അപ്പോൾ നമുക്ക് വലിയ വലിയ പ്രോജക്റ്റുകൾക്കൊന്നും നമുക്ക് ഈ ബാർ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഇന്റർഡിപെൻഡൻസി നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതായത് ഏത് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഏത് ചെയ്യണം അങ്ങനെയുള്ള ഇന്റർഡിപെൻഡൻസി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡിസഡ്വാൻറ്റേജ് ആണ് ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് കനോട്ട് ബി ഷോൺ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കൺട്രോൾ ഓവർ ദ ആക്ടിവിറ്റീസ് കനോട്ട് ബി ഡൺ. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസിൽ എഫക്റ്റീവ് കൺട്രോൾ ഇല്ല. അതായത് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് എത്രമാത്രം റിസോഴ്സസ് വേണം, എത്രമാത്രം ലേബർ വേണം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എഫക്റ്റീവ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സിൻസ് ഡീറ്റെയിൽസ് സബ് ആക്ടിവിറ്റീസ് ഓഫ് ഈച്ച് മെയിൻ ആക്ടിവിറ്റീസ് ആർ നോട്ട് ഷോൺ. നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന എന്താണ്? മെയിൻ ആക്ടിവിറ്റീസിനെ മാത്രമാണ് നമ്മൾ ഈ ബാർ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അതിൽ വരുന്ന സബ് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. എന്താണ്? എഫക്റ്റീവ് കൺട്രോൾ ഓവർ ആക്ടിവിറ്റീസ് കനോട്ട് ബി ഡൺ. കാരണം നമ്മൾ മെയിൻ ആക്ടിവിറ്റീസ് മാത്രമാണ് ബാർ ചാർട്ടിൽ കാണിക്കുന്നത്, സബ് ആക്ടിവിറ്റീസ് നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, അടുത്ത് ഈ ഒരു ബാർ ചാർട്ടിന്റെ ഈ ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇംപ്രൂവ്ഡ് വെർഷനാണ് നമ്മുടെ മൈൽ സ്റ്റോൺ ചാർട്ട് എന്ന് പറയുന്നത്. ഏതാണ്? മൈൽ സ്റ്റോൺ ചാർട്ട്. ഓക്കെ, ഇനി അപ്പോൾ മൈൽ സ്റ്റോൺ ചാർട്ട് ഞാൻ പറഞ്ഞു എന്താണ്? ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഓവർ ബാർ ചാർട്ട്. അതിനാണ് നമ്മൾ മൈൽ സ്റ്റോൺ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ ഈ ബാർ ചാർട്ട് പോലെ തന്നെ ഒരു ആക്ടിവിറ്റി നമ്മൾ കാണിക്കും, പക്ഷേ ഇവിടെ നമുക്ക് ഇന്റർഡിപെൻഡൻസി കാണിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ആക്ടിവിറ്റി മെയിൻ ആക്ടിവിറ്റിക്ക് അകത്ത് വരുന്ന സബ് ആക്ടിവിറ്റീസ് നമുക്ക് ഇങ്ങനെ ഒരു അപ്വേർഡ് ആരോ കൊണ്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതെന്ന് പറഞ്ഞാൽ എന്താണ്? മൈൽ സ്റ്റോൺ ചാർട്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ്? സബ് ആക്ടിവിറ്റീസ് ഓഫ് ഈച്ച് മെയിൻ ആക്ടിവിറ്റി ഈസ് റെപ്രസെന്റഡ് ഇൻ ബാർ യൂസിങ് അപ്വേർഡ് ആരോസ്. അപ്വേർഡ് ആരോസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഓരോ സബ് ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റിക്ക് അകത്ത് വരുന്ന ഓരോ സബ് ആക്ടിവിറ്റീസിനെ നമുക്ക് അപ്വേർഡ് ആരോ വെച്ചിട്ട് കാണിക്കാൻ പറ്റും. ഇനി ഈ അപ്വേർഡ് ആരോസിനെ നമ്മൾ കീ ഇവന്റ്സ് ഇൻഡിക്കേറ്റ് കംപ്ലീഷൻ ഓഫ് സബ് ആക്ടിവിറ്റീസ്. അപ്പൊ ശരിക്കും ഈ അപ്വേർഡ് ആരോ എന്ന് കാണിക്കുന്നത് നമുക്ക് എല്ലാം എടുത്തു വെച്ച് കാണിക്കാൻ പറ്റില്ല. ആ സബ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവാനായിട്ടുള്ള കീ ഇവന്റിനെയാണ് ഈ അപ്വേർഡ് ആരോ കാണിക്കുന്നത്. ഓക്കെ അല്ലേ?
അടുത്തതായി നമുക്ക് വരുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം ആണ്. ഓക്കെ, മൂന്നാമത്തെ എന്താണ് നെറ്റ്വർക്ക്. അപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനുള്ള ടൂൾസ് ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞ ബാർ ചാർട്ട്, ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഗൺ ചാർട്ട്. പിന്നെ പറഞ്ഞത് ഏതാ? മൈൽ സ്റ്റോൺ ചാർട്ട്. ബാർ ചാർട്ടിന്റെ ഇംപ്രൂവ്ഡ് വെർഷൻ ആണ് മൈൽ സ്റ്റോൺ ചാർട്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് നമ്മുടെ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആണ്. ഈ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ആണ് ഉള്ളത്. ഓക്കെ, നെറ്റ്വർക്ക് ഡയഗ്രാംസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് AOA ഡയഗ്രാം ആൻഡ് AOM ഡയഗ്രാം. AOA എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഓൺ ആരോ ഡയഗ്രാം എന്നാണ് പറയുന്നത്. എന്താണ് ആക്ടിവിറ്റി ഓൺ ആരോ ഡയഗ്രാം? അതായത് ആക്ടിവിറ്റി ഓൺ ആരോ ഉണ്ട്, ആക്ടിവിറ്റി ഓൺ നോഡ് ഉണ്ട്. പക്ഷേ ഈ ആക്ടിവിറ്റി ഓൺ നോഡ് നമ്മൾ യൂസ് ചെയ്യാറില്ല, ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആക്ടിവിറ്റി ഓൺ ആരോ ആണ്. അതായത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ആണ് നമ്മൾ ഒരു എന്താണ് ഒരു ഇവന്റിന് നമ്മൾ കാണിക്കുന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു സർക്കുലർ ഇതുകൊണ്ട് കാണിക്കും. ആൻഡ് ഈ ആരോ മാർക്ക് ഡിനോട്ട്സ് ഇറ്റ് ഈസ് ആക്ടിവിറ്റി. ഇനി ഇവന്റിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് എനിക്ക് സർക്കിൾസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. നമുക്ക് സർക്കിൾ യൂസ് ചെയ്യാം, സ്ക്വയർ യൂസ് ചെയ്യാം, റെക്ടാംഗിൾ യൂസ് ചെയ്യാം, ഓവൽ ഷേപ്പ് യൂസ് ചെയ്യാം. ബട്ട് ട്രയാംഗിൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് സർക്കിളും റെക്ടാംഗിളും ട്രയാംഗിൾ ഇല്ല, റെക്ടാംഗിളും സ്ക്വയറും ഓവൽ ഷേപ്പും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ട്രയാംഗിൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ അല്ലേ? അപ്പോൾ AOA ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണിച്ചാൽ ആരോ കാണിച്ചു കഴിഞ്ഞാൽ ആരോ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. ആൻഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഇവന്റ്സിനെയാണ് കാണിക്കുന്നത്. ആൻഡ് മോസ്റ്റ് കോമൺലി നമ്മൾ എന്താണ് ഈ ഒരു സർക്കുലർ ഷേപ്പ് തന്നെയാണ് നമ്മൾ നോഡിൽ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതാണ് AOA ഡയഗ്രാം. ദാറ്റ് ഈസ് ആക്ടിവിറ്റി ഓൺ ആരോ ഡയഗ്രാം. ഇനി ഒരു കാര്യം അറിയേണ്ടത്, ആക്ടിവിറ്റിയും ഇവന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആക്ടിവിറ്റിക്ക് എന്ത് വേണം? റിസോഴ്സസ് വേണം. ഓക്കെ, ആക്ടിവിറ്റി റിക്വയർസ് റിസോഴ്സസ്. പക്ഷെ ഇവന്റിന് റിസോഴ്സസ് വേണ്ട. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇൻസ്റ്റന്റ്, അതാണ് നമ്മൾ അവിടെ ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ സ്റ്റാർട്ട് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആൻഡ് എൻഡ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അതൊരു ഇവന്റ് ആണ്. ഇതിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു സെന്റൻസ് തന്നിട്ട് അത് ഇവന്റ് ആണോ ആക്ടിവിറ്റി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എന്താണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് വെറുതെ എഴുതിയിരുന്നാൽ എന്താണ്? അതൊരു ആക്ടിവിറ്റി ആണ്. എന്നാൽ അതേസമയം സ്റ്റാർട്ട് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ഇൻസ്റ്റന്റ് ആണ്. ആ ഇൻസ്റ്റന്റിനെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഓക്കെ, ഒൺ ഓർ മോർ ആക്ടിവിറ്റി എന്താണ്? ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് അല്ലെങ്കിൽ കംപ്ലീഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവന്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഈ റൗണ്ടിൽ വരച്ചിരിക്കുന്നത് എന്താണ്? നോഡാണ്. ഈ നോട്ട്സിൽ എന്താണ്? ഇവന്റ്സ് ആണ്. ആൻഡ് ഈ ആരോ മാർക്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആണ്. A എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ് ഇത് B എന്ന് പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, ഇനി ഫസ്റ്റ് ഇവന്റ് ഓഫ് എ നെറ്റ്വർക്ക്. ഇതൊരു നെറ്റ്വർക്ക് ഡയഗ്രാം ആണ് അല്ലെ? അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഫസ്റ്റ് ഇവന്റ് ഏതാണ്? ഈ 1 എന്ന് പറയുന്നതാണ് അല്ലെ? അപ്പൊ ഫസ്റ്റ് ഇവന്റ് ഓഫ് ദിസ് നെറ്റ്വർക്ക് ഡയഗ്രാം ഈസ് നോൺ ആസ് ടെയിൽ ഇവന്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ടെയിൽ ഇവന്റ്. ഓക്കെ, ഫസ്റ്റ് ഇവന്റ് ഓഫ് എ നെറ്റ്വർക്ക് ഡയഗ്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെയിൽ ഇവന്റ്. അപ്പൊ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ടെയിൽ ഇവന്റ് ഓഫ് ആക്ടിവിറ്റി ഈ A എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് ആണ് 1 എന്ന് പറയുന്നത്. ഇനി ഫൈനൽ ഇവന്റ് ഓഫ് എ നെറ്റ്വർക്ക്, ഈ ഫൈനൽ ഇവന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഹെഡ് ഇവന്റ് എന്ന് പറയും. ഫൈനൽ ഇവന്റ് ഓഫ് എ നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെഡ് ഇവന്റ് എന്ന് പറയും. ആൻഡ് ഇവിടെ 3 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഹെഡ് ഇവന്റ് ഓഫ് B ആണ്. ഇനി ഈ 2 ഉണ്ടല്ലേ? ഈ 2ന്റെ പർപ്പസ് എന്താ? ശരിക്കും ഈ ഒരു A എന്നുള്ള ആക്ടിവിറ്റി എടുക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് അവിടുത്തെ ഹെഡ് ഇവന്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെ? അതേപോലെ B എന്ന് പറയുന്ന ആക്ടിവിറ്റി എടുക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്ന അവിടുത്തെ ടെയിൽ ഇവന്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നത്. സോ ഒരേ സമയം 2 റോൾ അത് വഹിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഡ്യുവൽ റോൾ ഇവന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ 2 എന്ന് പറയുന്ന ഇവന്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഡ്യുവൽ റോൾ ഇവന്റ് എന്ന് വിളിക്കും. അതിന് കാരണം അത് ഒരേ സമയം ഒരു ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവന്റ് ആയിരിക്കും, അതേപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ റോൾ ഇവന്റ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് എല്ലാ ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്യുവൽ റോൾ ഇവന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം എടുക്കുമ്പോഴത്തേക്കും അതിൽ ഒരു സ്റ്റാർട്ടിംഗ് ഇവന്റും ഒരു ഫൈനൽ ഇവന്റും മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ഇങ്ങനെ നമ്മൾ നോക്കുകയാണ്. ഇങ്ങനെ വരുമോ എപ്പോഴെങ്കിലും? ഇങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരത്തില്ല. കാരണം ഇവിടെ എന്താ? 2
ടെയിൽ ഇവന്റ്സ് ഉണ്ടല്ലേ, അങ്ങനെ ഒരിക്കലും വരത്തില്ല. ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ എപ്പോഴും ഒരേ ഒരു സ്റ്റാർട്ടിംഗ് ഇവന്റും ഒരേ ഒരു എൻഡിങ് ഇവന്റും മാത്രമേ കാണത്തുള്ളൂ. ദ ലെങ്ത് ഓഫ് ആരോ മാർക്ക് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി. അതായത് ഞാൻ ഈ വരച്ചേക്കുന്നതല്ല, ഇതിൽ ഈ ഒരു ആരോ മാർക്ക് ഇങ്ങനെ വരച്ചാലും ഇങ്ങനെ വരച്ചാലും അതിന്റെ ലെങ്തിന് ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, അതിന്റെ ഡ്യൂറേഷനും ഒന്നും കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് മെർജിങ് ഇവന്റ് ആൻഡ് ബേർസ്റ്റിംഗ് ഇവന്റ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, മെർജിങ് ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നോ അതിലധികമോ ആക്ടിവിറ്റീസ് ഒരു ഇവന്റിൽ വന്ന് എൻഡ് ആവുകയാണ്. എന്താണ്, ഇഫ് മോർ ദാൻ വൺ ആക്ടിവിറ്റി ആർ എൻഡിങ് ഇൻ ആൻ ഇവന്റ്. ഇതാണ് ഇവന്റ് അല്ലെ. ഈ ഇവന്റിലേക്ക് മോർ ദാൻ വൺ ആക്ടിവിറ്റി വന്നിങ്ങനെ ചേരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മെർജിങ് ഇവന്റ് എന്ന് വിളിക്കാം. ഇനി എന്താണ് ബേർസ്റ്റിംഗ് ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റിൽ നിന്നും കുറെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബേർസ്റ്റിംഗ് ഇവന്റ്. അപ്പൊ എന്താണ് മെർജിങ് ഇവന്റും ബേർസ്റ്റിംഗ് ഇവന്റ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് അറിയണം. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മൾ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചാൽ അതിൽ ലോങ്സ്റ്റ് പാത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടൈം വൈസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ നമുക്ക് അറിയായിരിക്കുമല്ലോ നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ പല പാത്തിൽ കൂടി നമുക്ക് സ്റ്റാർട്ടിങ് ഇവന്റിൽ നിന്നും എൻഡിങ് ഇവന്റിലേക്ക് എത്താം. അപ്പൊ ഇതിൽ ഏതാണ് ലോങ്സ്റ്റ് പാത്ത്, അതാണ് അവിടുത്തെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഇറ്റ് ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ പാത്ത്. ഇനി ഈ ഡ്യൂറേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം എത്ര ദിവസം എടുക്കും, അതാണ് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ പാത്തിലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിനിമം നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ RCCയിലൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. അതായത് എന്താണ് മാക്സിമം ഏരിയ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മിനിമം ഓഫ് ദീസ് ടു. ഓക്കെ, അങ്ങനെ നമ്മൾ പറയാറില്ലേ. മാക്സിമം പറയുമ്പോൾ നമ്മൾ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണോ മിനിമം അതാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഡ്യൂറേഷൻ ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഡേയ്സിൽ നിന്നും അതിൽ ഏതാണോ മാക്സിമം അതായിരിക്കും മിനിമം ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിയേ, പ്രോജക്റ്റ് കംപ്ലീഷൻ ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഒരു ആക്ടിവിറ്റി ABCDEF എല്ലാം എന്താണ് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് ഇവന്റിൽ നിന്നും ഈ ഒരു എൻഡിങ് ഇവന്റിൽ എങ്ങനെയൊക്കെ പോകാൻ പറ്റും എന്നാണ് ആദ്യം നോക്കേണ്ടത്. അതായത് A to B പോവാം. ആ A to B പോകുമ്പോൾ ഇവിടെ 10 ദിവസം എടുക്കുന്നുണ്ട്, ഇവിടെ 15 ദിവസം. എന്താണ് 25 ഡേയ്സ് A to B എടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും ദിവസം വേണം. ഇനി അടുത്ത് നോക്കുമ്പോഴത്തേക്കും C to D നോക്കിക്കേ. C to D നോക്കുമ്പോഴത്തേക്കും 20 + 8 28 ഡേയ്സ് എടുക്കും. ഇനി അടുത്തപോലെ E to F എന്ന് ആക്ടിവിറ്റീസ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ 15 + 12 ദാറ്റ് ഈസ് 27 എടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് 3 പാത്തിൽ കൂടി നമുക്ക് സ്റ്റാർട്ട് ഇവന്റിൽ നിന്നും എൻഡ് ഇവന്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഈ 3 പാത്തിന്റെയും എത്ര ഡ്യൂറേഷൻ ആണെന്ന് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം നമ്പർ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞതാണ് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മിനിമം എത്ര ദിവസം വേണം, അത് ഞാൻ പറഞ്ഞു എന്താണ് മാക്സിമം ഓഫ് ദീസ് വാല്യൂസ്. അപ്പൊ ഇവിടെ എത്ര വരും, 28 ഡേയ്സ്. മിനിമം 28 ഡേയ്സ് എങ്കിലും ആ വർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. അതാണ് ഇവിടെ നിന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിലെ ലോങ്സ്റ്റ് പാത്താണ്. സോ ഡ്യൂറേഷൻ ഓഫ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് എന്നാണ് മീനിങ്. മിനിമം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ പാത്തും നോക്കുക. ആ പാത്തിൽ ഏതാണോ മാക്സിമം വാല്യൂ വരുന്നത്, മാക്സിമം ഡ്യൂറേഷൻ വരുന്നത്, അതാണ് അവിടുത്തെ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ നോക്കാം. താങ്ക് യു.